നമസ്കാരം. ദർശന ടി വിയിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും സഫലമീ യാത്ര എന്ന ഈ പ്രോഗ്രാമിലേക്ക് ഹാർദവമായ സ്വാഗതം. കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക് എന്ന പ്രദേശത്ത് നിന്നും പിതാവിനെ ബിസിനസ്സിൽ സഹായിക്കുവാനായി 30 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാസ ജീവിതം ആരംഭിച്ച മുഹമ്മദ് കുഞ്ഞ് നസീറാണ് ഇന്ന് ഞങ്ങളുടെ അതിഥി. പിതാവിൻ്റെ പാത പിന്തുടർന്നുകൊണ്ട് ബിസിനസ് രംഗത്ത് മെച്ചപ്പെടുത്തുവാനും അതേ തുടർന്ന് ഹോട്ടൽ ഇൻഡസ്ട്രിയിലും അദ്ദേഹം കടന്നു വരികയും ഇന്ന് ഫുജിറയിലെ ചോയ്സ് റെസ്റ്റോറൻറ്റ് ഇന്ന് എല്ലാ രീതിയിലും എല്ലാ വിഭവങ്ങളും വളരെ നല്ല രീതിയിൽ തനതായ ശൈലിയിൽ കൊണ്ട് വിളമ്പി നൽകുകയാണ് ചോയ്സ് റെസ്റ്റോറൻറ്റ് ചെയ്യുന്നത്. അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു കൺസെപ്റ്റാണ്. അതുകൂടാതെ KMCCയുടെ കൊല്ലം ജില്ലാ പ്രസിഡൻറ്റും കൂടിയാണ്. സാമൂഹിക പ്രവർത്തന രംഗത്തും ശ്രീ നസീർ സജീവമായി ഫുജിറയിലുണ്ട്. ഓരോ പ്രവാസിയുടെ ജീവിതത്തിൽ അവരുടെ വളർച്ചയിൽ അവരുടെ വിജയത്തിൽ ഒരുപാട് കഥയുണ്ട്, ഒരു കണ്ണുനീരിൻ്റെ കഥയുണ്ട്. ആ കഥ നമുക്ക് ചോദിച്ചറിയാം. അതിനു മുമ്പ് ഈ പ്രോഗ്രാമിലേക്ക് ജനാബ് നസീറിനെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം. നമസ്കാരം. കൊല്ലം ജില്ലയിലെ പള്ളിമുക്ക്, അതാണ് ജന്മദേശം. അതെ, ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുമ്പ് ഫാദറിനെ ബിസിനസ്സിൽ സഹായിക്കുക, അതായിരുന്നു ലക്ഷ്യം. ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ടൈപ്പിംഗ് സെൻറ്റർ, ആ സ്ഥാപനത്തെ ഇന്നും നല്ല രീതിയിൽ മെച്ചപ്പെടുത്തി കൊണ്ടുപോവുകയും ചെയ്യുന്നു മുഹമ്മദ് കുഞ്ഞ് നസീർ. എന്തു തോന്നുന്നു ഇപ്പോൾ? അതായത് ടൈപ്പിംഗ് സെൻറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മളിവിടെ പ്രവാസികളെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. ഇത് കൂടാതെ ഒരു പ്രവാസിക്കും ഇവിടെ ഇപ്പം ഈ ഗൾഫിൽ വന്നു കഴിഞ്ഞാൽ അവരുടെ വിസ അടിക്കുക, വർക്കിംഗ് പെർമിറ്റ് ഉണ്ടാക്കുക, ID ഉണ്ടാക്കുക, ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യേണ്ടത് ഒരു ടൈപ്പിംഗ് സെൻറ്ററിനെയാണ്. പക്ഷേ ആ ടൈപ്പിംഗ് സെൻറ്ററിലേക്ക് വരാനുള്ള ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ എന്ന് പറയാൻ അറബി നോളജാണ്. തീർച്ചയായിട്ടും അറബിക്കും ഇംഗ്ലീഷും ഹിന്ദിയും നല്ലതുപോലെ കൈകാര്യം ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രമേ ഈ ഫീൽഡിൽ നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഉപ്പ എത്ര വർഷക്കാലമായിരുന്നു? ഇപ്പോൾ ഞാൻ വരുന്നതിന് 10-12 വർഷം മുമ്പേ തന്നെ ഈ ബിസിനസ് 1979 ഞങ്ങൾ ഈ ബിസിനസ് ഇപ്പോൾ അവിടെ സ്റ്റാർട്ട് ചെയ്തു. അതായത് ഫുജറയിൽ ആദ്യമായി മിനിസ്ട്രി ഓഫ് ലേബർ വരുമ്പോഴത്തേക്ക് അതിനോടൊപ്പം ഉപ്പായും ഒരു പെട്ടിയും ഒരു ടേബിളുമായിട്ട് എന്നറിയാമല്ലോ, ഒരു മേശയ്ക്കകത്ത് ഒരു മറ്റേ കൈത്തൂക്കി പിടിച്ചുകൊണ്ടിരുന്ന ടൈപ്പ് റൈറ്ററായിട്ട് വന്നിരുന്ന് തുടങ്ങിയതാണ് ഈ സ്ഥാപനം. അങ്ങനെ ഉപ്പ തുടങ്ങി കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് ഞാൻ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉപ്പ ഇത്തരം എന്നോട് ഇങ്ങനെ ഒരു ആവശ്യപ്പെടുകയും അങ്ങനെ ഞാൻ അത് കുടുംബത്തിൽ അല്ല, ഞാൻ രണ്ടാമത്തെ ആളാണ്. മൂത്ത ആൾ നിസാർ എന്നാണ്, അവിടെ തന്നെ ഉണ്ട്. ബിസിനസ് രംഗത്ത് സ്വന്തമായ ഓട്ടോമൊബൈൽ സർവീസ്, സിറ്റി ഓട്ടോമൊബൈൽ സർവീസ് എന്നുണ്ട്. എത്ര പേരായിരുന്നു? ഞങ്ങൾ മൊത്തം 5 പേരാണ്. ബാക്കി 3 പേരും പെങ്ങന്മാരാണ്. 2 പെങ്ങന്മാരും ഞങ്ങൾ ഒരു അനുജൻ സഫീറാണ്, അദ്ദേഹം ഇവിടെ തന്നെ ഉണ്ട്. ആട്ടോ സ്പെയർ പാഴ്സലാണ്. പെങ്ങന്മാർ 2, ഒരാൾ ഇവിടെ ഉണ്ട്. മൂത്ത ഇളയ പെങ്ങൾ, നേരെ ഇളയ പെങ്ങൾ നദീറ, അദ്ദേഹത്തിൻ്റെ പേരാണ് ഞങ്ങൾ ടൈപ്പ് സെൻറ്ററിന് കേട്ടിരിക്കുന്നത്. അതാണ് പാട്ടിട്ടതാണ്. ഈ ഒരു പ്രസ്ഥാനം നമ്മൾ തുടങ്ങുമ്പോൾ തീർച്ചയായും ടൈപ്പ് റൈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണം. അറബി നോളജ് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണത്. തീർച്ചയായിട്ടും ഏതൊരു ഡോക്യുമെൻ്റ് വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് അറബിക്സിലായിരിക്കും. അവിടെ വെരി ഇമ്പോർട്ടൻ്റ് അറബിക്ക് തന്നെ. അതുകൊണ്ട് എൻ്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും ദാറുൽ ഹുദയിൽ നിന്ന് ഡിഗ്രി എടുത്ത ഹുദവിമാരും അല്ലെങ്കിൽ അറബിക് ഗ്രാജുവേറ്റ് എടുത്ത പണ്ഡിതന്മാരാണ്. അവരുടെ നോളജ് ഒരുപാടുണ്ട് എന്നുള്ളത്. അതെ, അങ്ങനെയുള്ള ആൾക്കാർ തന്നെയാണ് പണ്ട് കാലം മുതൽ മാറി വരുന്നതാണെങ്കിൽ പോലും എൻ്റെ ഒരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൊല്ലം ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ TK ആർട്സ് കോളേജ്. സ്കൂൾ വിദ്യാഭ്യാസം ഇവിടെ ആദ്യം പരൂരായിരുന്നു, കോട്ടപ്പുറ ഹൈസ്കൂളിലാണ്. അവിടെ കോട്ടപ്പുറ ഹൈസ്കൂളിലാണ് ഞാൻ പഠനം തുടങ്ങുന്നത്. അവിടെ നിന്നാണ് പരൂരായിരുന്നു. ഞങ്ങൾ ജനനമൊക്കെ പരൂരാണ്. അതെ, അവിടെ കാട്ടോളം സ്കൂൾ എന്ന് പറയുന്നുണ്ട്. അവിടെ നിന്നാണ് ഒന്നാം ക്ലാസ് തുടങ്ങുന്നത്. 1ാം ക്ലാസ് മുതൽ 4 വരെ കാട്ടോളം സ്കൂളിലും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ KHS കോട്ടപ്പുറം ഹൈസ്കൂളിലാണ് 9 വരെ അവിടെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് 10ാം സ്റ്റാൻഡേർഡ് ആയപ്പോഴത്തേക്ക് ഐത്തിരി വരും. ഞങ്ങളവിടെ നിന്ന് പരൂരിൽ നിന്ന് കൊല്ലത്ത് വരികയും പിന്നെ കൊല്ലത്ത് ആയപ്പോഴത്തേക്ക് അവിടെ ഐത്തി സ്കൂളിലാണ് പിന്നെ പഠിച്ചത്. ഗവൺമെൻറ് സ്കൂളാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഡിഗ്രിക്ക് കോളേജിൽ പോയത്. പിതാവ് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ വരികയും ഒരുപാട് കഠിനാധ്വാനം ചെയ്തു. നമുക്ക് അനുകൂലമായൊരു വിദ്യാഭ്യാസം തന്നു, സാഹചര്യങ്ങൾ ഉണ്ടാക്കി തന്നു. എത്രത്തോളം ആ പിതാവ് താങ്കളുടെ ജീവിതത്തിൽ സ്വാധീനിച്ചിട്ടുണ്ട്? തീർച്ചയായിട്ടും എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരം ഞാനിന്ന് ഈ ലോയിലെത്താൻ എൻ്റെ ഏറ്റവും കൂടുതൽ സഹായിച്ചത് പിതാവിൻ്റെ ആ ഒരു ലൈനിലൂടെ വന്നുകൊണ്ട് തന്നെയാണ്.
അദ്ദേഹം ഇന്ന് അവിടെ നാട്ടിലെ സ്കൂളിൽ വാദ്യാരായിരുന്നു. അവിടെ നിന്ന് ലീവ് എടുത്തിട്ടാണ് ഇവിടെ വന്നത്. ഇപ്പോൾ അടുത്ത സമയത്തായിട്ട് അദ്ദേഹം ഒരു കലണ്ടർ കണ്ടുപിടിച്ചു. അതിലേക്ക് ടി വിയിലൊക്കെ ന്യൂസൊക്കെ ഉണ്ടായിരുന്നു. വർഷങ്ങളായിട്ട് ലോകാവസാനം വരെയുള്ള കലണ്ടർ എന്നും പറഞ്ഞിട്ട് ഞങ്ങളെ കുടുംബ പേര് തന്നെ വെച്ചുകൊണ്ടാണ് കലണ്ടർ ഇറക്കിയിരിക്കുന്നത്. കരമേൽ കലണ്ടർ എന്നും പറഞ്ഞാണ് കലണ്ടർ ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അത്രത്തോളം ഒരു എല്ലാ കാര്യത്തിലും വലിയ ഇമ്പ്രൂവ് ആയിട്ടുള്ളൊരു മനുഷ്യനാണ്. ഡിഗ്രി കഴിഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്? ഡിഗ്രി നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങോട്ട് വരുന്നത്. കറസ്പോണ്ടൻസിലാണ് ഫിനിഷ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്നോടൊപ്പം 10-12 വർഷം എന്നോടൊപ്പം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ നാട്ടിൽ പോകും. അതിനുശേഷം പല ഫീൽഡിലും പോയി. ഞാൻ ഇതിലാണെങ്കിൽ പോലും ഞാൻ വന്നിട്ട് ഇവിടെ ഫുജറ മറൈൻ സർവീസിൽ ഞാൻ PR ആയിട്ട് വർക്ക് ചെയ്യും. അതിനുശേഷം ഇന്ന് ഫുജറയിൽ വരുന്ന ആദ്യത്തെ ഓയിൽ കമ്പനിയാണ് മെട്രോ ഓയിൽ, അതിൻ്റെ PR ആയിട്ട് വർക്ക് ചെയ്യും. അതിനുശേഷം പിന്നീട് ഞങ്ങളൊരു കാഫ്റ്റീരിയ തുടങ്ങുകയും പിന്നീട് അതിനുശേഷം പിന്നെ സ്ക്രാപ്പ് അതിൻ്റെ ഗ്യാരേജ് ഞങ്ങൾ ഓപ്പണാക്കി കുറേ വർഷം അതുമായിട്ട് നടക്കുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഹോട്ടൽ ഫീൽഡ് നടന്ന് ടൈപ്പ് സെൻറ്റർ, പിന്നെ സലൂൺ, ലേഡി ബ്യൂട്ടി പാർലർ, അങ്ങനെ കൈവയ്ക്കാത്ത മേഖലകൾ ശരിക്കും പറഞ്ഞു മേഖലകളിലും കൈവച്ചു. ബിസിനസ് സംരംഭങ്ങളിൽ പരാജയവും വിജയവും അറിഞ്ഞു. തീർച്ചയായിട്ടും വലിയ പരാജയങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. ഞാനിവിടെ യൂണിവേഴ്സൽ ട്രേഡിംഗ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഇമ്പോർട്ട് എക്സ്പോർട്ട് കമ്പനി ഇവിടെ തുടങ്ങി. നാട്ടിൽ നിന്ന് ഞങ്ങൾക്ക് ക്യാഷ് ഫാക്ടറി ഉണ്ട്. അവിടെ നിന്ന് ക്യാഷ് പ്രൊഡക്റ്റ് ചെയ്ത് അവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്യും. യൂണിവേഴ്സൽ ബ്രാൻഡിൽ തന്നെ എക്സ്പോർട്ട് ചെയ്യും. ഇവിടെ യൂണിവേഴ്സൽ ബ്രാൻഡിൽ തന്നെ ഞങ്ങളത് ഇമ്പോർട്ട് ചെയ്യും. ഇവിടെ ഞങ്ങൾ ഡെലിവറി ചെയ്യും. അങ്ങനെ ഒരു വലിയൊരു ബിസിനസ്സിൻ്റെ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് തുടങ്ങിയത്. പക്ഷേ അതൊക്കെ പരാജയപ്പെട്ടു പോയി. ഈ പരാജയങ്ങൾ നല്ലതിനായിരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും തോന്നുന്നത്. തീർച്ചയായിട്ടും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ നമ്മൾ പഠിച്ചു, ഒരുപാട് അനുഭവങ്ങൾ നമുക്കുണ്ട്. സീറോയിൽ പോയി നിന്ന അനുഭവങ്ങൾ നമുക്കുണ്ട്. ജീവിതത്തിൽ ഒന്നുമില്ലാത്തവരായി മാറിയ ഘട്ടങ്ങളുണ്ടായിട്ടുണ്ട്. ചോയ്സ് റെസ്റ്റോറൻറ്റ് ഇന്ന് ഒരു മാളിനോട് ചേർന്നാണ്. ഇവിടുത്തെ ഫുജറയിൽ തിരക്കേടില്ലാത്തൊരു മാളാണ്. ഇവിടെ സിനിമാ തിയേറ്ററുണ്ട്, ഒരുപാട് ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ് ഈ മാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നല്ല ഫ്രണ്ട് വ്യൂവിൽ നല്ല ഡിസൈൻ ചെയ്തുകൊണ്ട് ഇൻറ്റീരിയർ തന്നെ മനോഹരമായിരിക്കുന്നു. ഇനി ഫുഡിൻ്റെ വിഭവങ്ങളുടെ കാര്യങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ കേരള സ്റ്റൈൽ ഫുഡ്, സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അതുകൂടാതെ ചൈനീസ്, അറബിക്, അപ്പോൾ അത്രയും നല്ല വിഭവങ്ങൾ, അതിന് പറ്റിയ ചെഫുകൾ, സ്റ്റാഫ് എല്ലാം കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഒരു ചോയ്സ് റെസ്റ്റോറൻറ്റ് താങ്കൾ തുടങ്ങി. ഇങ്ങനൊരു കൺസെപ്റ്റ് എങ്ങനെയായിരുന്നു? ഇതെല്ലാം എൻ്റെ മാത്രം കൺസെപ്റ്റാണ്. ഇതിലൊന്നും എന്നെ ആരും സഹായിക്കാനൊന്നുമില്ലായിരുന്നു. ഇതെല്ലാം എൻ്റെ തന്നെ മാത്രം ഐഡിയ ആണ്. ഈ ഇവിടെ ഡിസൈൻ ചെയ്താലും ശരി, ഇതിൻ്റെ ഇൻറ്റീരിയർ വർക്ക് ചെയ്താലും ശരി, ഇത് ഇങ്ങനെ ഡിസൈൻ ചെയ്ത് ഉണ്ടാക്കിയതൊക്കെ എൻ്റെ മാത്രം ഇത് തന്നെയാണ് എന്ന് പറയാം. പിന്നെ ഇങ്ങനെ ഫുജറയിലിപ്പം അറിയപ്പെടുന്ന പറഞ്ഞാൽ ഒന്നുകിൽ അറബിക് ഫുഡായിരിക്കും കിട്ടുക, അല്ലെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ഫുഡായിരിക്കും കിട്ടുക, അല്ലാതെ ചൈനീസ്, അങ്ങനെ ഏതെങ്കിലുമൊക്കെ ഒരെണ്ണത്തിലായിരിക്കും ആൾക്കാർ എപ്പോഴും മെയിനായിട്ട് നിൽക്കുന്നത്. നമ്മളെല്ലാം കൂടെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്നുകൊണ്ട് ആ ഒരു കസ്റ്റമറും ഓക്കെ ഇതില്ല എന്ന് പറഞ്ഞ് മടങ്ങി പോവാത്ത വിധത്തിൽ നമ്മൾ എൻ്റെ അടുത്ത് ഗ്രിൽഡ് ഐറ്റംസ് ആയാലും ശരി, പിന്നെ അറബിക് ഫുഡായാലും ചൈനീസും ഇന്ത്യൻ കേരള ഫുഡ്, നോർത്ത് ഇന്ത്യൻ, സൗത്ത് ഇന്ത്യൻ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഇതിനകത്ത് തന്നെ അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇതിൽ വളരെ സ്പെഷ്യലൈസ് ചെയ്ത ഷെഫ്മാരുണ്ട് ഇവിടെ. ഉണ്ട്. എല്ലാവരും കേരളത്തിൽ നിന്നുള്ള ഷെഫുകൾ തന്നെയാണ് ഉള്ളത്. അറബിക്കായിരുന്നാലും ഇന്ത്യൻ, ബംഗ്ലാദേശ് ഉണ്ട്, പാകിസ്ഥാനികളുണ്ട്, ഇന്ത്യക്കാരുണ്ട്. എന്ത് സ്പെഷ്യാലിറ്റിയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ? ഇപ്പം ഞങ്ങൾ മെയിനായിട്ട് ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഷാവിയാണ്. മഷാവി, പിന്നെ മഷാവി എന്ന് പറയുന്നത് അറബിക്കാണ്. അതെ, എന്ന് പറഞ്ഞാൽ ഗ്രിൽഡ് ഐറ്റംസ്, പിന്നെ മന്തി, മസ്ബൂൻ, അപ്പോൾ ഇതൊക്കെ അറബിക് ഫുഡുകളാണ്. പിന്നെ മറ്റേ സ്നാക്സ് ഐറ്റം ഷവർമ, അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെല്ലാം അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേരള സ്റ്റൈൽ ഫുഡ്, ഉച്ചയ്ക്ക് നമ്മൾ ഊണ് താളി സ്റ്റൈലാണ്. താളി എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 10-12 വിഭവങ്ങളോടെയുള്ള ഊണാണ്. വളരെ ചീപ്പായിട്ടുള്ള റേറ്റുമാണ്. ഒരു സാധാരണക്കാരന് വന്നാൽ പോലും എന്തുണ്ടാവണം, ഇത്രയും നല്ല വിഭവങ്ങൾ ഒരു നല്ലൊരു 5 സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന കണക്കത്തെ വിഭവങ്ങൾ കഴിക്കാൻ കഴിയണം, ഒരു സാധാരണക്കാരനും കഴിയണം. എന്നാൽ എപ്പോഴും എൻ്റെ എല്ലാ മേഖലകളും ഞാനൊരു സാധാരണക്കാരന് മാത്രം
മുൻനിർത്തിക്കൊണ്ട് മാത്രമേ എല്ലാ മേഖലകളിലും ഞാൻ കൈവച്ചിട്ടുള്ളൂ. ഇതൊരു ഷോപ്പിംഗ് മാളാണ് അല്ലേ? പേര് ദാന പ്ലാസ. ദാന പ്ലാസ. ഫുജിറ നമ്മൾ ദുബായ് ടുവേർഡ്സ് ആണ്. ദുബായിലേക്ക് പോകുന്ന ടുവേർഡ്സിൽ ദാന പ്ലാസ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നു. ഇവിടെ സിനിമ തിയേറ്റേഴ്സ് ഒരുപാട് മലയാള സിനിമകൾ വരെ ഓടുന്നു. തീർച്ചയായിട്ടും മലയാള സിനിമകൾ വരുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് നല്ല തിരക്കുണ്ടാവും. ഏതൊരു സ്ഥാപനത്തിന്റെ വിജയം എന്ന് പറയുന്നത് അവിടത്തേക്ക് എംപ്ലോയീസ് ആണ്. തീർച്ചയായിട്ടും. എത്രത്തോളം താങ്കളുടെ ഈ സ്ഥാപനത്തിൽ എംപ്ലോയീസിന്റെ സപ്പോർട്ട് ഉള്ളത്? 100% അവരുടെ സപ്പോർട്ട് തന്നെയാണ്. ഞാനൊന്നുമല്ല. ഞാനിനി എന്തെല്ലാം ഇതിന് സംവിധാനങ്ങൾ ചെയ്തു വെച്ചാലും ശരി, ഇതിൻ്റെ വിജയം എന്ന് പറയുന്നത് അവരുടെ തന്നെ മാത്രം കഴിവാണ്. അല്ലാതെ നമ്മുടെ ഒരു കഴിവും എൻ്റെ ഒരു കഴിവെന്ന് പറയാൻ ഒരിക്കലും സാധിക്കത്തില്ല. ടൈപ്പിംഗ് സെന്ററിൽ എത്ര എംപ്ലോയീസ് ആണ്? 5ഓളം ആൾക്കാരുണ്ട്. ഇവിടെ 15ഓളം സ്റ്റാഫുകൾ വർക്ക് ചെയ്യുന്നു. പിന്നെ അത് കൂടാതെ പിന്നെ ഒരു ബ്യൂട്ടി പാർലർ ഉണ്ട്. അത് റൺ ചെയ്യുന്നുണ്ട്. ലേഡീസ് ബ്യൂട്ടി പാർലർ. വളരെ കുറച്ച് സ്റ്റാഫ് അവിടെയുണ്ട്. അവിടെ ഒരാൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. ഇന്ന് മറ്റുള്ള സാമൂഹിക പ്രവർത്തനങ്ങളിൽ താങ്കൾ വളരെ സജീവ സാന്നിധ്യമാണ്, പ്രത്യേകിച്ച് KMCC. തീർച്ചയായും. ഇന്ന് KMCC ചെയ്യുന്ന ഒരുപാട് സഹായങ്ങൾ നമുക്ക് ആർക്കും അവഗണിക്കാൻ കഴിയില്ല. ആ KMCCയുടെ ഫുജിറയിലെ കൊല്ലം ജില്ലയുടെ പ്രസിഡന്റാണ് താങ്കൾ. ഞാൻ KMCCയുടെ ഒരു അഭ്യുദയകാംക്ഷിയായിട്ട് എപ്പോഴും KMCCയുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ KMCCയുടെ ഒരു ആൾ എന്നുള്ള നില വന്നു പോകുക എന്നുള്ളൊരു ആൾ മാത്രമായിരുന്നു വർഷങ്ങളായിട്ട്. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഞാനിവിടെ ഫുജിറ സുന്നി സെൻ്ററിൻ്റെ കമ്മിറ്റി മദർസ കമ്മിറ്റി പ്രസിഡൻ്റാണ്. അതിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നാണ്. അപ്പോൾ അത് കേട്ട് ഇത്തരം കാര്യങ്ങൾ കേട്ട് ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് കൊല്ലം KMCC ഇവിടെ വിഭാവനം ചെയ്യണം എന്നുള്ളൊരു മനസ്സിലൊരാഗ്രഹം വരികയും അതിനുവേണ്ടി KMCCക്കാരായിട്ട് സംസാരിക്കുകയും ഞങ്ങളതിനുവേണ്ടി ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ട് കഴിഞ്ഞ വർഷം ഞങ്ങൾ കൊല്ലം ജില്ല ഇതാവുകയും പിന്നെ അതിൻ്റെ പ്രസിഡൻ്റായി തന്നെ ഞാൻ തന്നെ പ്രസിഡൻ്റായി വരികയും അങ്ങനെ അൽഹംദുലില്ലാഹ് ഇപ്പോൾ ഒരു വർഷമായിട്ട് KMCC കൊല്ലം, തിരുവനന്തപുരം, പത്തനംതിട്ട ഈ ജില്ലകളെല്ലാം കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആലപ്പുഴ ഈ ജില്ലകളെല്ലാം ഉൾപ്പെടുത്തി എല്ലാം അപ്പം ഒരു ദക്ഷിണ കേരള KMCC എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. ആ KMCC എന്ന സംഘടനയുടെ ഒരു നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ഒരാളെന്ന നിലയിൽ അതിനൊക്കെ ഒന്ന് വിശദീകരിക്കാം. KMCC നമ്മുടെ പണ്ട് കാലം മുതലേ ഇവിടെ ആൾക്കാർ സംഘടന എന്ന് പറയുന്നത് കുറേ പൈസ കളക്ട് ചെയ്യുക, എല്ലായിടവും പോയിട്ട് പിരിവെടുക്കുക, എന്നിട്ട് നാട്ടിലേക്ക് ഓരോ സംരംഭങ്ങൾക്കും വീട് വയ്ക്കാനായിട്ടായാലും ശരി അങ്ങനെയുള്ള എന്തെങ്കിലും സാമൂഹ്യ പ്രവർത്തനത്തിലേക്ക് ഉൾപ്പെട്ടുകൊണ്ട് ആവശ്യരായിട്ടുള്ള ആൾക്കാർക്ക് സഹായിക്കുക എന്നുള്ളതൊക്കെയാണ് ഇവിടെ സാധാരണ പണ്ട് മുതലേ നടന്നു വന്നുകൊണ്ടിരുന്നത്. പക്ഷേ അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ഇവിടുത്തെ പ്രവാസി സംഘടനയ്ക്കെല്ലാം ഒരു ഉണർവ് വന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവരെ മാത്രം സഹായിക്കുക എന്നുള്ളതല്ല, ഒപ്പം നമ്മുടെ കാര്യം കൂടി ഒരു പരിഗണനയിൽ കൊണ്ടുവരണം. കാര്യം പണ്ട് നമ്മുടെ കാര്യം അവനവരുടെ കാര്യം ഒരിക്കലും ആരും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. അതിനൊരു പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളത് മാത്രമാണ് KMCC ഞാൻ ഉൾപ്പെടുന്ന ഈ KMCC കൊണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് അത്തരം ഒരു കാര്യത്തിലാണ്. അതിനിപ്പോൾ ഞങ്ങൾ തന്നെ വരുന്ന മാസത്തിൽ ഞങ്ങളൊരു KMCC ഒരു പ്രവാസി മീറ്റ് എന്നൊരു പ്രോഗ്രാം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രവാസികളും അന്നത്തെ ദിവസം അവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തെല്ലാം മേഖലകളിൽ എന്തെല്ലാം സർക്കാരായാലും ശരി, കേന്ദ്ര സർക്കാരായാലും ശരി, സംസ്ഥാന സർക്കാരുകളായാലും ശരി, മറ്റുള്ള സംഘടനകൾ ഇപ്പം നോർക്ക പോലുള്ള സംഘടനകളായാലും ശരി, ഇവരെല്ലാം എന്തെല്ലാം സംവിധാനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടോ ഇതെല്ലാത്തിനും ഒരു പ്രത്യേകം സ്റ്റാളുകൾ ഇട്ടുകൊണ്ട് ഇതിന് ഒരാളിവിടെ വന്നു കഴിഞ്ഞാൽ എല്ലാ സ്റ്റാളുകളിലും കൂടി അതിൻ്റെ എല്ലാ രജിസ്ട്രേഷനും ഇപ്പോൾ നാട്ടിൽ നമ്മൾ ഇന്ത്യൻ കൗൺസിലിൻ്റെ രജിസ്ട്രേഷൻ വന്നിട്ടുണ്ട്, പലരും ചെയ്തിട്ടില്ല. ഈ രജിസ്ട്രേഷനൊക്കെ വളരെ നിർബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു പ്രവാസി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സർക്കാരിന് അദ്ദേഹത്തിൻ്റെ നമ്പർ കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യണം. പക്ഷേ ഇവിടെ എത്ര പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, എത്ര പേര് ഇന്ന് രജിസ്റ്റർ ചെയ്യാതെ നിൽപ്പുണ്ട്, അതിനെപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ പലർക്കും അറിയത്തില്ല. അപ്പോൾ അത്തരത്തിലുള്ള പ്രവാസികളുടെ പ്രശ്നങ്ങൾക്ക് നമ്മുടെ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന സഹായങ്ങളെക്കുറിച്ച് ഒരു അവയർനെസ് കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം വെച്ചുകൊണ്ട് അടുത്ത മാസം ഒരു പ്രവാസി മീറ്റ് വെക്കുകയാണ്. വളരെ നന്നായിരിക്കുന്നു. ഇക്കയുടെ കുടുംബത്തെക്കുറിച്ച് വിവാഹം കഴിച്ചിരിക്കുന്നത് കൊല്ലത്ത് യൂനിസ് കുഞ്ഞ് അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെയാണ്. മുൻ MLA ആണ്, വ്യവസായിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കൊല്ലത്തിന് വേണ്ടി ഒരുപാട് സംഭാവന ചെയ്ത ഒരാളാണ് യൂനിസ് കുഞ്ഞ്. അദ്ദേഹത്തിൻ്റെ ജ്യേഷ്ഠൻ്റെ മകളെയാണ് വിവാഹം കഴിച്ചിരിക്കുന്നത്. കുട്ടികൾ
3 പേരുണ്ട്. മൂത്തത് ഷഹനാസ്, അദ്ദേഹത്തെ BBAക്ക് പഠിക്കുന്നു. രണ്ടാമത്തെ ആൾ ഡിഗ്രി BComന് പഠിക്കുന്നു, ഷഹീറ. മൂന്നാമത്തത് മുഹമ്മദ് റാഫി, അദ്ദേഹം +2 പഠിക്കുന്നു. ഇവിടെ തന്നെ എല്ലാവരും? അല്ല, ഇവിടെ ആയിരുന്നു എല്ലാവരും. ജനിച്ചതും വളർന്നതും ഒക്കെ ഇവിടെ തന്നെ ആയിരുന്നു. ഡിഗ്രി ആയപ്പോൾ എല്ലാവരെയും നാട്ടിലേക്ക് വിട്ടുമായിരുന്നു. 30 വർഷത്തെ പ്രവാസ ജീവിതം ഒരുപാട് അനുഭവങ്ങൾ താങ്കളെ പഠിപ്പിച്ചു. ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളെ തരണം ചെയ്യാനുള്ള ഒരു വലിയ കഴിവ് നമുക്ക് തന്നു. എത്രത്തോളമാണ് ആ ദൈവവിശ്വാസം? ഞാനിവിടെ വന്ന് ഫുജൈറ സുന്നി സെൻറ്റർ എന്ന് പറയുന്നൊരു ഇസ്ലാമിക സംഘടനയാണ്. അതിൻ്റെ പ്രസിഡൻ്റായിട്ടാണ് ഞാനിരുന്നത് 6 വർഷം. അന്ന് മുതലേ ഫുജൈറ സുന്നി ഇത്തരം കാര്യങ്ങളിൽ, മതപരമായിട്ടുള്ള കാര്യങ്ങളിലും മദ്രസ കാര്യങ്ങളിലൊക്കെ വളരെ ഇൻവോൾവ്മെൻറ്റ് നടത്തി. ഒരു കാലഘട്ടത്തിൽ ഇവിടുത്തെ ഗവൺമെൻറ് മദ്രസകളെല്ലാം ഇവിടെ ബന്ധാക്കിയിരുന്നു, സ്റ്റോപ്പ് ചെയ്തിരുന്നു. പിന്നെ ഇവിടെ മദ്രസകളെ ഇല്ലാതായപ്പോഴത്തേക്ക് എൻ്റെ മക്കളടക്കം ഇവിടെ മദ്രസ വിദ്യാഭ്യാസം കിട്ടാതെ അലഞ്ഞിരുന്ന ഒരു സന്ദർഭം ഇവിടെ ഉണ്ടായി. അത് ഇവിടുത്തെ അവരുടെ ആഭ്യന്തര പ്രശ്നമായിരുന്നു. അവരതെല്ലാം സ്റ്റോപ്പ് ചെയ്തത്. പക്ഷേ അന്ന് ഞാൻ ഫുജൈറ സുന്നി സെൻറ്ററിൻ്റെ പ്രധാന ഒരു സീറ്റിലിരിക്കുന്ന ഒരാളാണ്. പക്ഷേ അന്നത്തോടുകൂടി അപ്പം നമ്മളത് എല്ലാം സ്റ്റോപ്പ് ചെയ്തു. അവർ ഔക്കാഫ് ഓർഡർ ഇട്ടു, ഇനി സുന്നി സെൻറ്റർ അവിടെ പാടില്ല, എല്ലാം സ്റ്റോപ്പ് ചെയ്യുക, മദ്രസകളൊന്നും പാടില്ല, എല്ലാവരും നിർത്തുക എന്നൊക്കെ പറഞ്ഞ് എല്ലായിടും മൊത്തത്തിൽ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ പലരെയും സമീപിച്ചു, പല നേതാക്കന്മാരെ സമീപിച്ചു, ഇതൊന്ന് റീ ഓപ്പൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ നടന്നില്ല. എല്ലാവരും ഇവിടുത്തെ ആഭ്യന്തര പ്രശ്നമല്ലേ, അപ്പോൾ അത്തരത്തിലും കാര്യങ്ങളിൽ ഇടപെടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു പേടിയായിരുന്നു എൻ്റെ പേരിൽ എല്ലാവരും. പക്ഷേ എങ്കിൽ പോലും ഞാൻ ധൈര്യപൂർവ്വം ഞാൻ ഒരാൾ എന്ന് വേണമെങ്കിൽ പറയാം, ഒറ്റയ്ക്ക് തന്നെ ഞാൻ അതിനു വേണ്ടി മത്സരിച്ച് പോരാടി. ഞാൻ രണ്ടാമത് ഫുജൈറ സുന്നി സെൻറ്ററിൻ്റെ മദ്രസ ഞങ്ങളിവിടെ ഓപ്പണാക്കി. ഗവൺമെൻറ്റിൻ്റെ കീഴിൽ, ഫുജൈറ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഓപ്പൺ ചെയ്തു. അൽഹംദുലില്ലാഹ് ഇന്ന് 200ഓളം വിദ്യാർത്ഥികൾ ആ ആത്മീയമായ വിദ്യാഭ്യാസം കൊടുക്കുവാൻ സാധിച്ചു. അന്ന് ആ ഗവൺമെൻറ് ഓഫ് ഫുജൈറ ഇന്ന് എന്നെ അതിൻ്റെ ഇൻചാർജാക്കി വെച്ചിരിക്കുകയാണ്. ഞങ്ങളുടെ സമസ്തയുടെ സിലബസോടുകൂടി മദ്രസ ഇവിടെ നടക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് ഇടയ്ക്ക് വെച്ച് അങ്ങനെ നിന്ന് പോയെങ്കിലും രണ്ടാമത് ഞങ്ങൾക്കത് എന്നോടൊപ്പം എൻ്റെ സഹപ്രവർത്തകരും അതിൻ്റെ സുന്നി സെൻറ്ററിൻ്റെ പ്രവർത്തകരും വളരെ ആത്മാർത്ഥമായിട്ട് അവരെന്നോടൊപ്പം പിന്നെ ശ്രമിക്കുകയും പിന്നെ ഇത് നടക്കും എന്നവർക്കൊരു തോന്നൽ വന്നപ്പോഴത്തേക്ക് അവരുടെ എല്ലാവരും പിന്നെ ആത്മാർത്ഥമായിട്ടുള്ള അവരുടെ എല്ലാവരുടെ ശ്രമം എന്നോടൊപ്പം ഉണ്ടാവുകയും തീർച്ചയായിട്ടും ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ഒത്തൊരുമയോട് കൂടി പിടിച്ചുകൊണ്ട് ഞങ്ങളത് മദ്രസ ഇവിടെ രണ്ടാമത് പുനരാവിഷ്കരിക്കുകയും ചെയ്തു. അൽഹംദുലില്ലാഹ് അത് നല്ലൊരു ഉണർവാണ്. ഇന്ന് ഫുജൈറയിൽ ഇത്രത്തോളം കുട്ടികൾക്ക് ആത്മീയ വിദ്യാഭ്യാസം കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളത് വളരെ ഒരു മനസ്സിന് സംതൃപ്തി നൽകുന്നു. ജീവിതം വലിയൊരു യാത്രയാണ്. ഈ യാത്ര സഫലമാണോ? ആർക്കും ഒരിക്കലും ജീവിതം 100% സഫലമാവുമെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, ഒരിക്കലും ഇല്ല. ആഗ്രഹങ്ങൾ ഇനിയുണ്ട്. ഒരുപാട് സഞ്ചരിക്കാൻ ഒരുപാട് ദൂരങ്ങൾ ഇനിയുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്തു തീർക്കാനുണ്ട്. സമൂഹത്തിന് വേണ്ടി ചെയ്യാനുണ്ട്, സ്വന്തമായി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്, പ്രോസസ്സാണ്. അൽഹംദുലില്ലാഹ് അതെല്ലാം ശരിയാവും എന്നുള്ള ലെവലിൽ ആഗ്രഹത്തോടുകൂടി അത് ശരിയാവും എന്ന് പ്രതീക്ഷയിൽ നാളുകളിലേക്ക് കടന്നുകൊണ്ടിരിക്കുന്നു. വളരെ സന്തോഷം. ആ പ്രതീക്ഷകൾ നിറവേറ്റി തരട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കുന്നു. വളരെയേറെ തിരക്കേറിയ സമയത്തും ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനൊരു അഭിമുഖം അനുവദിച്ച് തന്നു. നന്ദി, നമസ്കാരം.